ഞാൻ മനസ്സിൽ വിചാരിച്ച മാർക്ക് വെച്ചിരുന്നത് അർച്ചനയാണല്ലോ, ഗ്ലോറി ആണല്ലോ എന്ന് ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് അല്ല അവാർഡാണോ വേറെ ഏതോ ഒരു പ്രോഗ്രാമിന് കാണുമ്പോൾ അർച്ചന ഐ തിങ്ക് കോമഡി സ്റ്റാറിന്റെ ഫിനാലെ ആ സമയത്ത് അർച്ചന ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഫ്രണ്ട് ആണ് പക്ഷെ ഈ ഒരു കെട്ടിപ്പിടിക്കൽ ഫീൽ എനിക്ക് ആദ്യമായിട്ടാണ്. കാരണം അതിൽ ഭയങ്കര ഇമോഷൻസ് ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, പ്രൗഡ് ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ഇത് ചെയ്തു എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ റെയർ ആക്ട്രസ് ആണ് അങ്ങനെ ചെയ്യുന്നത്, ഇമോഷൻസ് നമുക്ക് തരുന്നത്. അർച്ചന പറഞ്ഞു, ഇത്ര നാളും ഏഷ്യനെറ്റിൽ വന്നിട്ട് ഗ്ലോറി എന്നുള്ള മാർക്ക് മാറ്റുന്നത് നീയാണ്. അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ എൻ്റെ അമ്മ ഇപ്പം കാരണം ആ ഒരു ബീറ്റ് ചെയ്യാനായിട്ട് ഒരാള് വന്നത് നീ, അപ്പൊ നീ അറിയാവുന്നതുകൊണ്ട് നിന്റെ ഫുള്ളിരുന്ന് കാണൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ് കോംപ്ലിമെന്റ്. കാരണം ഗ്ലോറി അതുപോലെ ഒരു മാർക്ക് വെച്ചിരുന്ന ഒരു ഇപ്പോഴും ഗ്ലോറി എന്ന് പറഞ്ഞ് നമ്മൾ പറയും. അത് മാറി വേദിക ആവാൻ കുറച്ച് പാട് ഞാൻ പെട്ടു. എനിവേസ് ബട്ട് ഐ ലവ് ഗ്ലോറി. അങ്ങനെ നമ്മളിപ്പം എന്തെങ്കിലും ഷൂട്ട്സിന് ശംഖുമുഖം ബീച്ചിൽ പോയപ്പോ അവിടെ നമ്മളിങ്ങനെ ബീച്ച് എന്റേതാ ഞാൻ പറയുന്നത്. അത് ഓക്കെ, അത് ഗ്ലോറിക്ക് അടി കിട്ടി, എനിക്ക് അടി കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് ഐ വാസ് ഡൂയിങ് ദ ഇന്റർവ്യൂ, അങ്ങനെ എന്താ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു പോലീസ് വരെ ഇടപെടേണ്ടി വന്നു. അമ്മാതിരി എന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി വലിച്ച് എന്റെ ഫ്രോക്കൊക്കെ കീറി. അത് കഴിഞ്ഞിട്ട് അത് അങ്കിൾമാര് തൊട്ടിട്ട് ആന്റിമാര് തൊട്ടിട്ട് പിള്ളേര് തൊട്ടിട്ട് യങ്സ്റ്റർ തൊട്ടിട്ട് എല്ലാരും സ്നേഹമുണ്ട്. എന്നാ അവര് വരുമ്പോ പറയും ഇത്രം വേണ്ടട്ടോ, സുമിത്രോട് ഇത്രം വേണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്താ ചക്കരമുത്ത്, എന്താ അഭിനയാടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ലവ്, ലോട്ട്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ ലിറ്ററലി എല്ലാവരുടെ മുന്നേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എന്റെ ഇമോഷൻ ബ്രേക്ക് ആയിട്ട് ഞാൻ അവിടെ ലിറ്ററലി കരഞ്ഞു പോയി. അത്രയ്ക്ക് ലവ്. അത് അവരെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞതേ നിങ്ങൾ ഇത് ഇടല്ലിട്ടോ ഇമോഷൻസ്. വേറൊരു ഇമേജ് ഒക്കെ അപ്പൊ എന്തേലേ നമുക്കൊരു, എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു നല്ല ധാരണ ഉണ്ടെന്നുള്ളത് ഇതിനോടകം മനസ്സിലായി. നമുക്ക് ചെറിയ ഒരു ഗെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഗെയിം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഉത്തരം ആരാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക. അപ്പം ഏറ്റവും ആദ്യം ആരാണ് ഏറ്റവും നന്നായി തമാശകൾ പറയുന്നത്? ഉറപ്പായിട്ടും അവിടെ ഫ്ലോപ്പ് തമാശകളാണ് വരാറ്. ഇല്ല, എന്റെ വൺ ലൈനർ ഉണ്ടാവും. അല്ല